ഹായ് മക്കളെ, അപ്പം +1 നിന്നും +2 പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സാറ് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അത് മക്കൾ സീരിയസ് ആയിട്ട് തന്നെ കേൾക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. +2 തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ എക്സാമിനറിൻ്റെ +2 കൊമേഴ്സ് ജ്വാല ബാച്ച് ഇതാ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം April 28 നമ്മുടെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ബാച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ക്ലാസ്സുകളും ലൈവുകളും ഒക്കെ എങ്ങനെയാവും എന്നുള്ള ഒക്കെ സാറ് പറഞ്ഞു തരും. ഓക്കെ, അപ്പം മറക്കണ്ട, 28 നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം +2 നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മക്കളാണ്. +1 ഇമ്പ്രൂവ്മെൻറ്റ് ഇനി എനിക്ക് എഴുതി നല്ല മാർക്ക് +1 വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളൊക്കെയാണ് നിങ്ങളെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കണ്ട, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അഡ്മിഷൻ എടുക്കുക, നമുക്ക് അടിപൊളിയായിട്ട് +2 പഠിക്കാം. ഓക്കെ, സെറ്റ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഓക്കെ, ഒന്നാമത്തെ കാര്യം നമ്മൾ ലാബ് പ്ലസ് റെക്കോർഡാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മക്കളോട് തന്നെ. എന്താണ്, നമുക്ക് +2 വരുമ്പോൾ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടല്ലോ, അതായത് ലാബ് എക്സാം വരുന്നുണ്ട് പല സബ്ജക്റ്റുകളിലും, അതുപോലെ തന്നെ റെക്കോർഡ് നമുക്ക് എഴുതേണ്ടി വരും. പക്ഷേ ഇതിന് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് പലരും ചിന്തിച്ചു തുടങ്ങുക തന്നെ നമ്മുടെ +2 കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള മാസങ്ങളിലാണ്. ഒരു ഡിസംബറൊക്കെ കഴിഞ്ഞ് ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. പക്ഷേ അവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം, ഓക്കെ, നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു കറക്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ലാബ് ഓരോ പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റെക്കോർഡ് എഴുതുക, പഠിച്ചിട്ട് പോവുക എന്നൊക്കെ തന്നെയാണ്. പക്ഷേ എല്ലാവരും ലാബ് എക്സാം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ച് ചിന്തിക്കുക തന്നെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. സാർ ഉൾപ്പെടെ അങ്ങനെ തന്നെയായിരുന്നു, അതിപ്പോഴും തുടർന്ന് പോരുന്നത്, അതങ്ങനെ സംഭവിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇതിന് നമുക്ക് നല്ലൊരു സമയം ആവശ്യമുണ്ട്. ഓക്കെ, റെക്കോർഡ് ചെയ്താൻ വേണ്ടിയിട്ട്, ലാബിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള മാസങ്ങളിലേക്ക് മാറ്റി വെക്കുന്നതിനോട് തെറ്റില്ല. പക്ഷേ അതിനു മുൻപ് എന്ത് ചെയ്തിരിക്കണം, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പബ്ലിക് എക്സാം, മോഡൽ എക്സാം, ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്രത്തോളം ബിസി ആയിരിക്കുന്ന ഒരു ടൈമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ വേണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ അതും കൂടെ ആ ഒരു ടൈമിൽ ഇതും കൂടെ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് കൂടെ നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ പറ്റില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമേ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയല്ല, എന്താണ്, റെക്കോർഡൊക്കെ ആദ്യമേ എഴുതാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്താണ്, പഠിക്കാൻ ലാബ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആദ്യമേ നിങ്ങളൊരു ടൈം കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വെച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സെക്കൻഡ് നിങ്ങളോട് പറയാനുള്ളത് ഇംപ്രൂവ്മെന്റ് എക്സാമിനെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, അപ്പം എന്താണ് ഇംപ്രൂവ്മെന്റ് എക്സാം എന്താണെന്നുള്ള മക്കൾക്ക് അറിയണ്ടാവും അല്ലേ? കാരണം എന്താ, +1 നമുക്ക് എന്താ മാർക്ക് കുറഞ്ഞു പോയ സബ്ജക്റ്റുകൾ വീണ്ടും നമുക്ക് എന്താ ഒന്ന് മാർക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതേണ്ട എക്സാമാണ്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു മന്തിലൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങനെയല്ല. നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടാവും അല്ലെ, നിങ്ങളെ സീനിയേഴ്സ് എഴുതുന്ന നിങ്ങളെ കൂടെ വന്ന് എഴുതിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അതേപോലെയാണ്. അതായത് നിങ്ങൾക്ക് +2 പബ്ലിക് എക്സാം നടക്കുക. ഇപ്പം ഇന്ന് +2 ഇംഗ്ലീഷിന് എക്സാമാണ്, നാളെ ഇപ്പം ഓക്കെ നിങ്ങൾക്ക് അക്കൗണ്ടൻസി എക്സാമാണ്, നാളെ ഒരു 2 ദിവസം കഴിഞ്ഞ് അക്കൗണ്ടൻസി എക്സാമാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷിനും അക്കൗണ്ടൻസിൻ്റെയും നടുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് +1 ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ ഇംപ്രൂവ്മെന്റ് വരും. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുക. സോ നമുക്ക് എന്താ, +2 വേണ്ടി ഒരു 6 സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 1-2 സബ്ജക്റ്റുകളും കൂടെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ +2 പഠിക്കാനുള്ളത് ഒരു 7, 8, 9 സബ്ജക്റ്റുകളായി മാറും. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പഠിക്കാനുള്ളത് നമുക്ക് +2 പഠിക്കാൻ തന്നെ ഉണ്ട്, അതിന്റെ കൂടെ ഇംപ്രൂവ്മെന്റും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇംപ്രൂവ്മെന്റ് കൂടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ടൈം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം നമ്മളെ സിലബസുകളെ കുറിച്ചാണ്. സിലബസുകളെ കുറിച്ച് തന്നെയാണ്. +1 സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, കൊമേഴ്സിന് നിങ്ങൾ പരിചയപ്പെട്ട സിലബസ് ആയിരുന്നു. പക്ഷേ +2 അങ്ങനെയല്ല, ഓരോ സബ്ജക്റ്റിലും അഡ്വാൻസ് കാര്യങ്ങളാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കാനുണ്ട്. സോ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, കൺസിസ്റ്റൻസി പഠിക്കുന്ന കാര്യത്തിൽ നന്നായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട വർഷത്തിലേക്കാണ് നിങ്ങളിതാ പോകുന്നത്. സോ അതങ്ങനെ കീപ്പ് ചെയ്തോളാം. ആദ്യം മുതൽ കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് +1 നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നില്ല, ഓണം എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ +2 അതുണ്ടാവും. കാരണം എന്താണ്, +2 നമുക്ക് നേരത്തെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. +2 എക്സാമുകൾ, ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ ഓണം എക്സാമിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ മാർക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് CE ഒക്കെ തീരുമാനിക്കാം. സോ ഓരോ ടൈമിൽ ഇപ്പോൾ ഓണം എക്സാം ആകുമ്പോഴേക്കും അതിൻ്റെ സിലബസ് നിങ്ങൾ പഠിച്ച് തീർക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിൽ ഏതൊക്കെ സിലബസുകൾ, ഓരോ ചാപ്റ്ററുകൾ, ഏതൊക്കെ ചാപ്റ്റർ വരുന്നോ അതൊക്കെ നന്നായിട്ട് പഠിച്ച് പെർഫെക്റ്റ് ആക്കുക. ഓണം എക്സാം ആകുമ്പോഴേക്കും, ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും ബാക്കി കൂടെ തീർക്കുക.
അങ്ങനെ 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 കറക്റ്റ് ഇൻ്റർവെല്ലിൽ തീർക്കേണ്ട കാര്യങ്ങൾ എന്ത്, പഠിക്കേണ്ട കാര്യങ്ങൾ എന്ത്, അത് തീർത്ത് മാത്രം മുന്നോട്ട് പോവുക. ഒരു തരി പോലും നിങ്ങൾ പെൻഡിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൂടാം. സോ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ അത് ലേറ്റ് ആകണ്ട. സാറ് പറഞ്ഞു നമ്മൾ April 28 ഓക്കെ, April 28 ഓക്കെ, 28 ട്യൂസ്ഡേ, ഐ മീൻ നെക്സ്റ്റ് വീക്ക് നമ്മുടെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം ലേറ്റ് ആകണ്ട, എത്രയും പെട്ടെന്ന് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. +2 എന്ന് പറയുന്നത് സെറ്റാക്കാം. സാറും നമ്മുടെ എല്ലാ മിസ്സുമാരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അടിപൊളിയായിട്ട് നമുക്ക് അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഏതാണ് ആഗ്രഹിക്കുന്ന കുറേ മക്കളുണ്ടാവും അല്ലേ. +1 കുറേ സാർ മാർക്ക് ഒന്ന് ലേറ്റ് ആയി പോയി, ഐ മീൻ ഷോർട്ടായി പോയിട്ടുണ്ട്, എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മക്കളുണ്ടാവും. നമുക്ക് ചെയ്യാം. +1 നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം, +2 നമുക്ക് സെറ്റാക്കാം. സോ ലേറ്റ് ആകണ്ട, നമ്മൾ കൊമേഴ്സ് ജ്വാല ബാച്ച് നിങ്ങളെ കൂടെ ഉണ്ടാവും, അതിലൊരു ഡൗട്ടും വേണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അടിപൊളിയായിട്ട് നമുക്ക് +2 പഠിക്കാം. ഓക്കെ, ബൈ.